പ്രിയപ്പെട്ടവരെ, അതായത് ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസംസൊക്കെ, അതായത് 7 എണ്ണം ഫ്രോയിഡിൻ്റെ കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഒന്നാമത്തെ ഡിനയലാണ്. ഡിനയൽ എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ കുട്ടി നിഷേധിക്കുക ചെയ്യില്ല, അത്രേ ഉള്ളൂ. അതിൽ നിന്ന് അധികം ചോദ്യം വന്നിട്ടില്ല. പിന്നെ റിപ്രഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദമനം. പിന്നെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രക്ഷേപണം. തൻ്റെ കുറ്റങ്ങളും കഴിവുറവുകളൊക്കെ വേറൊരു വസ്തുവിന്മേലോ ആളുകളുടെ മേലോ അടിച്ചേൽപ്പിക്കുന്നതിനാണ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണം എന്ന് പറയുന്നത്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങാടി തെറ്റിന് അമ്മയോട്, ഒരാളുടെ അടുത്ത് തോന്നിയ ദേഷ്യം വേറെ ആളുടെ മേൽ തീർക്കുക. പിന്നെ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യും, വളരെ ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടി 5 വയസ്സിൻ്റെ ഒരു 5 വയസ്സുകാരിയുടെ സ്വഭാവത്തിലേക്ക് പോവുക. അതാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. റിഗ്രഷൻ എന്ന് വെച്ചാൽ വേർഡ് മീനിങ് എന്ന് വെച്ചാൽ ബാക്കിലേക്ക് പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ മീൻസ് വളരെ ബാലിശമായിട്ട് പെരുമാറുക എന്നുള്ളൂ. പിന്നെ സബ്ലിമേഷൻ എന്നറിയാമല്ലോ. സബ്ലിമേഷൻ എന്ന് വെച്ചാൽ ഉദാർത്ഥീകരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ചോദന നമ്മളുടെ ഇഷ്ടമുള്ളൊരു ഏരിയയിലേക്ക് തിരിച്ചു വിടുക, അതാണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യായീകരിക്കുകയാണ്, ആരും കുറ്റപ്പെടുത്തുന്നില്ല, നമ്മൾ സ്വയം ന്യായീകരിച്ചിട്ട് നമ്മളൊരു പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളൊക്കെ ഓട്ടോ സിലബസാന്ന് പറയാം, ആരും കുറ്റപ്പെടുത്തുന്നില്ല, അത്തരത്തിൽ തന്നെ റാഷണലൈസേഷൻ എന്നറിയാം. പിന്നെ പാസീവ് അഗ്രഷൻ എന്ന് വെച്ചാൽ നേരിട്ട് ആക്രമിക്കുക, അതിനെയാണ് പറയുക അഗ്രഷൻ എന്ന് പറഞ്ഞത് കേട്ടോ. അഗ്രഷൻ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഈ 7 എണ്ണമാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ ടെക്സ്റ്റിൽ.